എത്ര ജന്മം വേണേലും ഞാൻ കാത്തിരിക്കാം. മുടി മാറ്റാതെ എന്നെ നോക്ക്. ഒരു ചില്ല് തകർക്കാൻ ഒരു കല്ല് മതി, ഒരു ഹൃദയം തകർക്കാൻ ഒരു വാക്ക് മതി, ജീവിതകാലം മുഴുവൻ നിന്നെ പോലൊരു പെണ്ണ് മതി. മാളവികയ്ക്ക് പ്രണയമുണ്ടോ? മാളുവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട്, തരട്ടെ. നിനക്ക് എന്നാടാ? നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുൻപിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് മാളുവേ. നെഞ്ചിനുള്ളിൽ നീയാണ്. ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാളുവിൻ്റെ ഫോൺ കൊടുക്കാം. ഈ അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നെ ഇഷ്ടമെന്നൊക്കെ. അവന് പ്രാന്ത മോളെയോളൂ, അവനങ്ങനെയൊക്കെ പറയും. എന്റെ മോനെ ദൈവം വിധിച്ചൊക്കെ അതാത് ടൈമില് ദൈവം കൊണ്ട് തരും. എന്നാ അമ്മ ദൈവത്തിനോട് ഒരെണ്ണം കൊണ്ട് തരാൻ പറ. ഫോൺ വെക്ക്. ബൈ. അമ്മ ഫണ്ണ് പറഞ്ഞത് ഭയങ്കര ഫണ്ണിയാ മാളു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ആർക്ക്? എനിക്ക് മാളു അങ്ങനെ ഒരു ഇഷ്ടം, ഒരു സഹോദരൻ. അതെ. ശരി. വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, കുന്ന് വണ്ടി 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 കുന്ന് കയറി, ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, ഈ നാനായും താത്തായും കൂടി ഇല്ലായിരുന്നു എന്തോ ചെയ്തേനെ. അമ്പടി. ഹാപ്പി വാലന്റൈൻസ് ഡേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഈ ചിരി കണ്ടാൽ മയങ്ങാത്തവരെ ആരുമില്ല. ഈ സൗന്ദര്യം കണ്ടാൽ എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. നമ്മളെല്ലാവരും സ്വന്തം മാളവിക മേനോനാണ് എന്നോടൊപ്പം ഉള്ളത്. ഞാൻ ഹൃദയം കൊണ്ട് വിളിക്കും എൻ്റെ സ്വന്തം മാളു. മാളു നമസ്കാരം. നമസ്കാരം. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓ താങ്ക് യു. ഹാപ്പി വാലന്റൈൻസ് ഡേ ടു അജിനും ഗേൾഫ്രണ്ടിനും. എനിക്ക് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ല. കള്ളം. പിന്നെ കള്ളം. അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുകയും ഒരു ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് മാളവിക, അല്ലെ എൻ്റെ സ്വന്തം മാളു. അപ്പം എനിക്കിന്ന് സ്പെഷ്യൽ ആയത് ഈ വാലന്റൈൻസ് ഡേയിൽ തന്നെ എനിക്ക് വരാൻ പറ്റിയല്ലേ? സന്തോഷം. താങ്ക് യു. എന്താണ് ഈ പ്രണയദിനത്തിൽ പറയാനുള്ളത്? ഓ, പ്രണയദിനത്തിൽ എല്ലാവരും പ്രണയിച്ച് നടക്കുന്നവരൊക്കെ കീപ്പ് ഓൺ ലവിങ് ഈച്ച് അതർ. ആ ഒരു സ്നേഹവും. ഇത് പറയുമ്പോൾ സങ്കടം എന്തുവാ? സങ്കടോ? എനിക്ക് സങ്കടമൊന്നുമില്ല. എന്നാലും പ്രണയിച്ച് നടക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ എനിക്കിപ്പോൾ സിംഗിൾ ആയതുകൊണ്ടായിരിക്കും സങ്കടം. ബാക്കിയെല്ലാവരും പ്രണയിച്ച് നടക്കണം. കമ്പത കേട്ടോ. മാളവിക സിംഗിൾ. മാളവികയ്ക്ക് പ്രണയമുണ്ടോ? ഇല്ല. അതിലൊരു കള്ളത്തരം ഉണ്ടല്ലോ. ഇല്ല, ഇതുവരെ പ്രണയമില്ല. ഇൻട്രോഗേഷനോ? അതിലൊരു കള്ളത്തരുണ്ടല്ലോ. കോടതിയിലൊക്കെ ഇരിക്കുന്ന പോലെ അല്ലേ? പ്രണയം ഉണ്ടായിട്ടില്ല ഇതുവരെ? ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ മാളവികയുടെ ഫ്രണ്ട്സിലൂടെ അറിയാൻ കഴിഞ്ഞത് ഒരു സിൻസിയർ പ്രണയം ഉണ്ടായിരുന്നു. അതോടെ വലിയൊരു ലെസൺ ആ മാളവിക പഠിച്ചത്. ശരിയാണോ? എൻ്റെ ഫ്രണ്ട്സോ? അതാരായിരുന്നു? അതെനിക്കറിയാം. ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇപ്പോൾ ഒരു മൂവിയിൽ വർക്ക് ചെയ്യുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതാവട്ടെ, നമ്മൾ എക്സ്പീരിയൻസ് ആവട്ടെ, എല്ലാം ഒരു ലെസൺ തന്നെയാണല്ലോ. ചിലത് വർക്ക്ഔട്ട് ആവും, ചിലത് സക്സസ്ഫുൾ ആവും, ചിലത് ഫെയിലിയർ ആവും. പക്ഷെ ഫെയിലിയർ ആവുന്നതും അവിടെയാണ്. അതൊരു ചാപ്റ്റർ ആയിരുന്നു നമുക്ക്. അതിലൂടെ നമ്മൾ ഒരുപാട് പഠിച്ചു. എല്ലാ കാര്യത്തിൻ്റെയും പറ്റിയാണ് കേട്ടോ പറയുന്നത്. ബേസിക്കലി ഉള്ളതാണ് പറയുന്നത്. അത് എന്താ പറയുക, മോർ ഓഫ് അതൊരു ലവ് എന്ന് പറഞ്ഞ് ആ ഒരു വാക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. മോർ ഓഫ് ലൈക്ക് അതൊരു പ്രപ്പോസൽ ആയിരുന്നു അത്. ബട്ട് അത്ര നല്ലൊരു വർക്ക്ഔട്ട് ആയില്ല. അതങ്ങനെ. എല്ലാ അനുഭവങ്ങളും ഓരോ പാഠങ്ങളല്ലേ? തീർച്ചയായിട്ടും. ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത്, ഇനാഗ്രേഷനുകളിൽ തിളങ്ങി നിൽക്കുന്ന സിനിമകളിൽ ഞങ്ങൾക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്ന മാളവികയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? തുടക്കം ഞാനൊരു കഥ തുടങ്ങുന്നത് എൻ്റെ നോർമൽ ഡേ അറ്റ് സ്കൂളൊക്കെയാണ്. സിനിമയും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ സാധാരണ നമ്മളെല്ലാ ഓഡിയൻസിനെ പോലെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. ഈ ഓണത്തിനും വിഷുവിനൊക്കെ നല്ല അടിപൊളി പുതിയ പടങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണുക. സിനിമകൾ പിന്നെയും കണ്ടത് കല്യാണരാമൻ, CID മൂസ, അങ്ങനെ ഇങ്ങനെ, അതുപോലെ നരസിംഹം, വാത്സല്യം, ഇതൊക്കെ ഇരുന്ന് എത്ര തവണ വേണമെങ്കിലും കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഓൺ ദി ഗോളാണ് പെട്ടെന്ന്
പെട്ടെന്നല്ല, ചെറുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ മൂവീസിലേക്ക്. അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ. അപ്പൊ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോഴും വലിയ ചേഞ്ച് ഒന്നുമില്ല, പക്ഷെ സംസാരിക്കും ഇങ്ങനെയായിരുന്നു മാത്രം. അപ്പൊ ഞാൻ എപ്പോഴും പറയും, വേണമെങ്കിൽ അച്ഛനും അമ്മയും പോയി ചെയ്തോ, ഞാനൊന്നും പോയി ചെയ്തില്ല. എനിക്ക് ഭയങ്കര മടി, നാണം, ഇതൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു. അപ്പൊ ഒരു സ്വപ്നം ഇല്ലായിരുന്നു സിനിമയാണെങ്കിലും ഇനാഗ്രേഷൻ ഒക്കെ ചെയ്യണമെന്നൊരു സ്വപ്നം അങ്ങനെ ഇല്ലായിരുന്നു? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു മേ ബി ഡാൻസിലേക്ക് ചെറുപ്പം മുതലേ പഠിക്കുന്ന കാരണം അതെന്താണെന്ന് അറിയുന്നതുകൊണ്ട് ഓക്കെ ഞാൻ പക്ഷെ ഡാൻസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ സിനിമയൊന്നും ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് പോലും ഇല്ല. പക്ഷെ അമ്മയ്ക്ക് അച്ഛനും ഇഷ്ടമായിരുന്നു കലാപരമായി എന്ത് ചെയ്യുകയാണെങ്കിലും. അത് സപ്പോർട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ മുത്തച്ഛനായാലും അച്ഛമ്മയായാലും ഫാമിലിയിലെ സപ്പോർട്ടാണ് അവർ. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു സമയം ഇപ്പോൾ FB ത്രൂ ആണ് എനിക്ക് ഫസ്റ്റ് മൂവി ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. അങ്ങനെ സിനിമകളിൽ നിന്ന് ഈ ഇനാഗ്രേഷനിലോട്ടുള്ളൊരു മാറ്റം എങ്ങനെയായിരുന്നു? ഇനോഗ്രേഷൻസ് ഞാൻ ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ ഇനീഷ്യലി തുടങ്ങിയ സമയത്തില്ല, നമ്മളാരും അങ്ങനെ അറിയൊന്നുമില്ലല്ലോ. ഇപ്പോൾ അതാണ് പെട്ടെന്നുണ്ടായിരുന്ന ഒരു ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സ്കൂൾ ഗോയിങ് കോളേജ് ഗോയിങ് ആയിട്ടുള്ള ഒരു കുട്ടി ഇപ്പോൾ വീട് വിട്ട സ്കൂൾ വിട്ട വീട് എന്ന് പറഞ്ഞ പോലെ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു എക്സ്പോഷർ ആയിരുന്നു എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നത്. ആദ്യം എനിക്കത് ഭയങ്കര ഒരു സഫോക്കേഷൻ ആയിരുന്നു. കാരണം ഞാൻ എടുത്തു പറഞ്ഞു, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കൂടുതലും ഞാൻ ക്രൗഡിലോട്ട് ഇറങ്ങി തിരിക്കുവാണല്ലോ. എനിക്കത് ഭയങ്കര, അതും ഒറ്റ ദിവസം ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ പോവുകയാണെങ്കിലും നമുക്ക് കയ്യിൽ എണ്ണാൻ പറ്റാത്ത ആൾക്കാരുള്ളത്. പല മൈൻഡും ആയിരിക്കും. യെസ്. അപ്പോൾ എനിക്കത് എല്ലാവരെയും എനിക്കറിയില്ല അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്റ്റെപ്പും ഓരോ ലേണിംഗ് ആയിരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മൂവി സെറ്റ് എന്നുള്ളതായിരിക്കും ഞാൻ ആദ്യം കാണുന്ന ഒരു ഫിലിമിൽ. അതിനുശേഷം ആരെ എന്താന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അവരുടെ ജോലി അതാണ്. അപ്പം ഞാൻ എങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒക്കെ ഓരോരോ മൂവി ചെയ്ത് പഠിച്ചതാണ്. ഈ ഓരോ ഇനാഗ്രേഷന് മാളു ചെല്ലുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടും കേട്ടോ മാളു. ശരിക്കും ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു വ്യക്തി എല്ലാവരും ഇടപെടണം എന്നൊരു മാറ്റത്തിലേക്ക് വന്ന എങ്ങനെയാണ്? ഇൻട്രോവേർട്ട് ആണെങ്കിലും ഞാൻ പണ്ടും പെരുമാറ്റം സെയിം തന്നെയാണ്. ഞാൻ വലിയ മാറ്റമൊന്നുമില്ല. ഒരു ഗസ്റ്റ് വന്നു ഉദാഹരണം, പണ്ടത്തെ മാളു എങ്ങനെയായിരുന്നു? എനിക്കറിയാം ഇതാരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലാട്ടോ, ഇപ്പോഴൊന്നല്ല, ഒരു മേ ബി ഒരു 5th or 6th or 7th ആ ഒരു സമയമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ റൂമിൽ ചെന്നിരുന്ന് ഡോർ അടച്ചിരിക്കും. അപ്പൊ എനിക്ക് നല്ല ചീത്തയൊക്കെ കിട്ടും അവർ ഗസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. വീട്ടിൽ വന്നിട്ട് നീ മിണ്ടായിരിക്കുന്നേ. അതന്നെ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരും അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ പിള്ളേർ അയ്യോ അത് അവരെ വേണമെങ്കിൽ എന്തെങ്കിലും ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. ഭയങ്കര ഫോർവേഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം ഞാൻ വന്നിട്ട് എൻ്റെ ഇൻട്രോവേർട്ടിസം അതാണ്. ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ യെസ് ഓർ നോ അല്ലെങ്കിൽ സംസാരിക്കാൻ സുഖമായിട്ടിരിക്കണോ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ ഭയങ്കര അല്ല ഒട്ടും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് പക്ഷെ അവിടെ ഇരിക്കുന്നവർക്ക് കാണാം, ആ കുട്ടി എന്തിങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുന്നത്, ഒന്നും മിണ്ടൂല്ല. പക്ഷെ അവർക്കത് മനസ്സിലാവണമെന്നില്ല. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് നോക്കുമ്പോൾ ഞാൻ എന്താ സംസാരിക്കുക, അവരൊക്കെ എന്നെക്കാളും വലിയ ആൾക്കാരാണ്, എൽഡേഴ്സാണ്, ഞാൻ എന്ത് ചെന്ന് സംസാരിക്കണം എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത്. എല്ലാവരോടും എനിക്ക് സംസാരിക്കണം എന്നൊരു വാശി മാളുവിൽ വന്നത് ഒരു ഫിലിമിൽ മാളു പോയ സമയത്ത് മാളു പോലും ചിന്തിക്കാതെ മാളുവിന് ജാടയാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഫിലിമിലല്ല, അതൊരു ഫംഗ്ഷനിലായിരുന്നു. ഫംഗ്ഷനിൽ പോയപ്പോൾ ഫ്രണ്ട് സീറ്റിൽ കുറേ മെയിൻ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളും ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നത്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും അങ്ങനെ ഇരുന്നു, ഒരു സീറ്റിലിരുന്നു. അപ്പോൾ ഞാൻ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെന്ന് സംസാരിക്കുന്നുണ്ട്, അവരെ വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര മടി. അപ്പോൾ എൻ്റെ അടുത്ത് പാരൻസ് പറയുന്നുണ്ട് നീയും പോയിട്ട് സംസാരിക്കൂ, വിഷ് ചെയ്തിട്ട് വരുമെന്ന്. എനിക്കാണെങ്കിലും മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ അവരെ നോക്കിയിട്ട് ചോദിച്ചു, എല്ലാവർക്കും അറിയില്ല ഞാൻ എന്ത് ചെന്ന് സംസാരിക്കാനാന്ന്. അപ്പോൾ ആ ഒരു തോട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അതായിരിക്കില്ല. ആ കുട്ടി കണ്ടു. അന്ന് ഞാൻ മൂവീസ് ചെയ്തിട്ടുണ്ട്, ഒരു 4 ഫിലിംസ് ഒക്കെ ചെയ്ത് കാണും. അപ്പോൾ കാണുമ്പോൾ രജിസ്റ്റേർഡ് ആണ് അപ്പോൾ എൻ്റെ ഫേസ്, അതായത് ആർട്ടിസ്റ്റ് ആണെന്നുള്ളത്. പക്ഷെ ഞാൻ ചെന്ന് സംസാരിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കും കണ്ടിട്ടുണ്ടാവും. അവരുടെ മൈൻഡിൽ ഒരു പക്ഷേ ജാടയാണ്. പക്ഷെ ഞാൻ എന്തു പോയി സംസാരിക്കും, സത്യം എന്നെ അറിയില്ല, ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ, എന്നെ എങ്ങനെ അറിയാനാന്നുള്ളത്.
അങ്ങനെ അത് ഞാൻ പിന്നെ എപ്പോഴോ അത് എൻ്റെ ചെവിയിലെത്തി, ഇങ്ങനെ ഒരു ടോക്കായി എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ അങ്ങനെ ഒരാളാണെങ്കിൽ ശരി, ഐ ഷുഡ് ആക്സെപ്റ്റ് ഇറ്റ്, ഓക്കെ ഞാൻ ജാടക്കാരിയാണ് എന്നുള്ളത്. പക്ഷെ ഇല്ലാത്ത കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഭയങ്കര ഫീലായി. അയ്യോ 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 അങ്ങനെയൊക്കെ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെയായി ശരിയാവില്ല, മനസ്സിലായി. അതെ, അങ്ങനെ മാറിയതാ. പിന്നെ നേരത്തെ ചോദിച്ചാൽ ഞാൻ പെരുമാറ്റം പണ്ടും, അതായത് കുറവ് സംസാരിക്കും എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ. ഇത് എനിക്കിത് പച്ച കള്ളവ് കേട്ടോ, ഇത്രയും സംസാരിച്ചിട്ട് പറയോ കുറവേ സംസാരിക്കത്തുള്ളത്. അതിപ്പോ നേരത്തെ കഥ അല്ല, അത് ഇങ്ങനെയുണ്ട് കേട്ടോ. ഞാൻ വർക്കിന് വരുമ്പോ അല്ലെങ്കിൽ അപ്പോൾ എൻ്റെ കോൺഷ്യസ് മൈൻഡ് അത് ഓൺ ആവുകയാണ്, ലൈക്ക് ഐ എം ഗോയിങ് ഫോർ വർക്ക്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു പുറത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാനൊരു ക്രൗഡഡ് മോളൊന്നും ചൂസ് ചെയ്യുന്ന ആളല്ല. ഞാൻ പറഞ്ഞ ആരില്ലാത്ത ആൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാ. നേരെ തിരിച്ച് വർക്കിനാ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ആൾക്കാർ വേണം, അത് വർക്ക്. അപ്പൊ എനിക്ക് പ്രശ്നമില്ല, ആൾക്കാരെ കാണുന്നുണ്ട്. ഈ ഫെയിം ആയിട്ട് ആൾക്കാർ തിരിച്ചറിയുമല്ലോ. അപ്പോൾ ഈ ക്രൗഡിലോട്ടൊക്കെ ഇറങ്ങി തിരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പേടിയോ വല്ലോ ഉണ്ട്? ഇപ്പോൾ ഒരു ഇനാഗ്രേഷൻ എടുത്തോ, ഇനാഗ്രേഷൻ എടുക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്ന കാര്യം മാളവിക മേനോന് ഒരുപാട് പൈസ ഇനാഗ്രേഷനോടെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഇനാഗ്രേഷനിലൂടെ കിട്ടുന്ന പൈസ കിട്ടുന്നു, ഓക്കെ, ചെലവുകളുണ്ടോ ഇതിന്? പിന്നില്ലേ, എന്ത് ചോദ്യ. സെലിബ്രിറ്റി ആവണ്ട ഒരു പെൺകുട്ടിയാണോ നിങ്ങൾക്ക് ചെലവുകളുണ്ട്? സെലിബ്രിറ്റി അല്ലാത്ത പെൺകുട്ടികൾക്ക് വരെ ചെലവുണ്ട്, പിന്നെ സെലിബ്രിറ്റി ആയി പറയണ്ട. കാരണം ഇപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കോസ്മെറ്റിക്സ് വാങ്ങാനുണ്ട്, ഇപ്പൊ ഡ്രസ്സ് എടുത്തിട്ട് ഒരു ഇനാഗ്രേഷന് മാളവിക പോകുന്ന ഒരുക്കങ്ങളൊന്ന് പറഞ്ഞേ. ഡ്രസ്സ് വാങ്ങണം, ചിലത് കൊളാബറേഷൻ ആയിരിക്കും, പക്ഷേ ജ്വല്ലറി, കോസ്മെറ്റിക്സ്, പിന്നെ നമ്മളെ റെഡിയാക്കാൻ അത് ചില നേരത്ത് നമ്മളായിരിക്കും റെഡിയാവുക ഓണായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും, ഹെയർ സ്റ്റൈലിസ്റ്റ്, ഡ്രസ്സിന് അങ്ങനെ സ്റ്റൈലിസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് നമ്മളത് പേ ചെയ്യണം. സോ അവർക്കൊന്നും ഒരു എമൗണ്ട് ഉണ്ട്, അവരും നമ്മൾ വിളിക്കുമ്പോൾ അവരുടെ ഒരു ഡേ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി വരികയാണ്. അപ്പോൾ നമ്മളും അതിനൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം. പിന്നെ ഇപ്പം നമ്മൾ കാറാണെങ്കിൽ കാറിനുള്ള ടാക്സിക്കുള്ളത് നമ്മൾ കൊടുക്കണം. അപ്പം നല്ല ചെലവുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതിപ്പോൾ ഒരു സെലിബ്രിറ്റി ആവണമെന്നല്ല, ഒരു സെലിബ്രിറ്റിയേക്കാൾ കൂടുതൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നോർമൽ ഗേൾസ് നടക്കുന്നുണ്ട്. സോ പലരും ഇപ്പോൾ എന്താ പറയുക, ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസ്, ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത്സ്, ബ്രാൻഡഡ് ആയിട്ടുള്ള മേക്കപ്പ് എല്ലാം, ഇതിനൊക്കെ ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് വാങ്ങുന്നവർക്ക് ഡെഫിനറ്റ്ലി അറിയാം എത്രത്തോളം ചെലവുണ്ട്. ഈയിടയ്ക്ക് മാളവി കുറച്ച് നാളത്തിന് എയറിലായിരുന്നല്ലേ? അതായത് മാധ്യമങ്ങൾ മാളവികയുടെ വീഡിയോ എടുക്കുന്നു, പക്ഷെ ഒരുപാട് ആൾക്കാർ പറഞ്ഞത് മാളവിക അവർക്കെതിരെ ആഞ്ഞടിച്ചു, അവർക്കെതിരെ പ്രതികരിച്ചു. അതിന്റെ സത്യാവസ്ഥ എന്താണ്? അതിന്റെ സത്യാവസ്ഥ നല്ലൊരു ചോദ്യം. താങ്ക് യു. കാരണം അത് ഭയങ്കരമായിട്ട് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തൊരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു എഴുതി ഒരു പോസ്റ്റ് ഇട്ടത്, സീ ദിസ് ഇസ് ദി ആക്ച്വൽ സിറ്റുവേഷൻ, വാട്ട് ഹാപ്പൻ. അന്ന് അവിടെ നടന്നത് എന്തുവായിരുന്നു? അയ്യോ ഒന്നുമില്ല, ഞാനത് നമ്മളുടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ സാധാരണ ഇവരൊക്കെ ഞാൻ ഈ ഫേസസ് ഞാൻ മാസ്ക് ഇട്ടും മാസ്ക് ഇടാതെയും ഞാൻ ഫംഗ്ഷൻസിന് പോകുമ്പോൾ ഞാനും പലരും കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഇതേപോലെ തന്നെ അവർ നിൽക്കും, വീഡിയോ എടുക്കും. അപ്പോൾ നമ്മൾ മിങ്കിൾ ചെയ്യാറുണ്ട്, അവരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കാറുണ്ട്. റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഇവരിതുപോലെ ഇങ്ങനെ സംസാരിച്ചു ഏകദേശം ഒരു 5-10 മിനിറ്റോളം ഞങ്ങൾ ഇന്ന് സംസാരിക്കുകയായിരുന്നു. വീഡിയോ ഓൺ ആയിരുന്നു അവരുടെ ഫോണിൽ. അപ്പം ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാ സ്റ്റോറി ആയിട്ട് ഞാൻ എടുത്തതാണ്, നിങ്ങളെ ഞാൻ ഇതൊക്കെയാണ് കേട്ടോ. അതായത് ഇപ്പം ഞാനൊരു ഗ്യാങ് ഓഫ് നമ്മൾ ഫ്രണ്ട്സാണ്, നമ്മൾ ഇരിക്കുകയാണ്, ഒരുപാട് കാലത്ത് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ അമ്മയിലും അമ്മയുടെ ഫ്രണ്ട്സ് ആയാലും ഇരിക്കുമ്പോൾ നമ്മൾ നോർമലി സ്റ്റോറി ഇടില്ല, അതേപോലെ ഹായ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഇട്ടതാ, ഇതാണ് കേട്ടോ നമ്മളെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന ചേട്ടന്മാര് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഒരിക്കലും ഒരു അവരെ കളിയാക്കാനോ അല്ല എന്നൊന്നുമല്ല. കാരണം ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്, they were also wishing me back, they were അവിടെ നിന്ന് എന്നെ തിരിച്ച് ഹായ് ഹായ് ഞാൻ പറഞ്ഞപ്പോ അവര് മാറാതെ ഹായ് പറഞ്ഞ ആൾക്കാരുണ്ട്, താല്പര്യം ഇല്ലാത്തവര് മാറി. കാരണം എന്റെ സ്റ്റോറിയിൽ വരണമെന്ന് പേടിയിട്ടുള്ളവര് ഞാൻ ഫോൺ എടുത്തപ്പോഴേക്കും ഓടി, കണ്ടിട്ടില്ല ഞാൻ പിന്നെ അവരെ. അപ്പൊ ഇവര് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു എഗെയിൻസ്റ്റ് ആയിട്ട് ഇവരുടെ അടുത്ത് ചെയ്യാനായിരുന്നു എങ്കിൽ ഞാൻ ഇവരെ ആദ്യം കാണുന്ന ദിവസം തന്നെ എടുത്ത് ചെയ്യായിരുന്നല്ലോ. ലൈക്ക് എത്ര തവണ ഞാൻ ഇവര് ഫംഗ്ഷൻസിന് കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു തോട്ടിലാണ് ഞാനത് ഇട്ടേന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ട് അത് ആക്ച്വലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള മീഡിയാസ് തന്നെയാണ് അത് ഇറക്കിയത്, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ
ഒരുപാട് DMs വന്നിരുന്നു. ഒരുപാട് പേര് പിന്നെ അതിന് ശേഷം എന്നെ കണ്ടിട്ട് പറഞ്ഞു വളരെ നല്ലൊരു കാര്യം ചെയ്തേട്ടോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് കേൾക്കുമ്പോഴേ എനിക്ക് എൻ്റെ മൈൻഡിൽ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയുന്നുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തല്ല എന്നാണ് ഞാൻ അവരുടെ അടുത്ത് അപ്പോഴും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ആദ്യമേ ചെയ്യാം. കറക്റ്റ്, എന്നേ ചെയ്യാമായിരുന്നു. എത്ര തവണ ഫംഗ്ഷൻസിനൊക്കെ കാണുന്ന ആൾക്കാരാ. അപ്പൊ അതൊന്നുമല്ല ഞാൻ ചെയ്തത്. ഞാൻ വളരെ കാഷ്വലായിട്ട് എൻ്റെ മണ്ടത്തരത്തിൽ ഞാൻ അത് സ്റ്റോർ ചെയ്തിട്ടതാ. അത് പക്ഷെ ഭയങ്കര ഉൾട്ടി ഇട്ടൊക്കെ ആയിട്ട് ആൾക്കാർ പല രീതിയിലാണ് ചിന്തിക്കുന്നതൊക്കെ. അതാണ് നമ്മള് ചിന്തിക്കുന്നതായിരിക്കില്ല. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഓരോ ഇനാഗ്രേഷന് പോകുമ്പോൾ കോസ്റ്റ്യൂമിലാണെങ്കിലും പോകുന്ന ഫംഗ്ഷൻ ആണെങ്കിലും മാളുവിന് വരുമല്ലോ. അങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എന്തോ ഈ നിമിഷം പറയാനുള്ളത്? അയ്യോ, അവരോട് എന്താ പറയാനുള്ള എനിക്കറിയില്ല. കൂടുതലായിട്ട് ഒന്നും പറയാനില്ലേ? അവരത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിൽ തളരത്തൊന്നുമില്ല. തളർച്ചയൊന്നുമില്ല. ഞാൻ വായിക്കാൻ പോവാറില്ല ഫസ്റ്റ് തിങ്. പിന്നെ ആരെങ്കിലും ഒക്കെ വായിച്ചിട്ടായിരിക്കും അത് പറയുന്നേ. അതിലും അങ്ങനെ കമന്റ് വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറയും നിങ്ങൾ എന്തിനാ വായിക്കാൻ പോണതൊക്കെയെന്ന് ഞാൻ ചോദിക്കും. അവര് ഒരു ഹോൾ സ്റ്റോറി കാണാതെയാണല്ലോ ഈ കിടന്ന് റിപ്ലൈ ചെയ്യുന്നത്. എനിക്കറിയില്ല അവരോട് എന്താ പറയാനുള്ളതെന്ന്. ഒന്നും പറയാനില്ല. അപ്പം പ്രണയ ദിനത്തിൽ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യം, നിങ്ങൾ ഇത്രയും നേരം പ്രണയദിനമായിട്ട് എന്താ പ്രണയത്തെപ്പറ്റി സംസാരിച്ചെന്നല്ലേ? ഞാൻ എൻ്റെ സ്വന്തം മാളുവിന് വേണ്ടി ഒരു ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് പ്രണയമില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരാളെ വേണം. അപ്പം ഞാൻ വീട്ടുകാരോട് പറഞ്ഞത് നിങ്ങൾ ഇനി ആരെയും നോക്കണ്ട, എൻ്റെ സ്വന്തം മാളു എനിക്കുണ്ടെന്ന്. വായിക്കട്ടെ? ഇതെന്തോ തെറിയാണോ? വായിക്കട്ടെ? വായിക്കൂ. നിന്റെ ചുരുൾമുടിക്കെട്ടിലെ തുളസിക്കതിരാകാൻ എത്ര ജന്മം വേണേലും ഞാൻ കാത്തിരിക്കാം. നിന്റെ കണ്ണിലെ കടലാഴങ്ങളിൽ എനിക്ക് മുങ്ങി മരിക്കണം. മുടി മാറ്റാതെ എന്നെ നോക്ക്. മുങ്ങി മരിക്കണം. ശ്രദ്ധിച്ച് കേട്ടതാ. ഒരു ചില്ല് തകർക്കാൻ ഒരു കല്ല് മതി, ഒരു ഹൃദയം തകർക്കാൻ ഒരു വാക്ക് മതി, ജീവിതകാലം മുഴുവൻ നിന്നെ പോലൊരു പെണ്ണ് മതി. മാളുവിന്റെ സ്വന്തം അജിം വർഗീസ്. ഗൂഗിളിൽ നിന്നാണോ? കഷ്ടപ്പെട്ട് ഞാൻ എഴുതിയതാ. ഗൂഗിളിൽ നിന്നാണോ? ഇത്ര കാവ്യപരമായിട്ടൊക്കെ എഴുതാൻ അറിയില്ലേ? ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട്. ഞാൻ മാളുവിന് വേണ്ടി ഇത്രയൊക്കെ എഴുതിയില്ലേ? എന്റെ പ്രപ്പോസൽ ഇനിയും ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് വേണ്ടി എന്തോ തരുന്നേ? അജിൻ എന്തായാലും എനിക്ക് വേണ്ടി ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്തത് എന്നെ മനസ്സിൽ വിചാരിച്ച് എഴുതിയതല്ലേ. ഞാനും അജിന് ഒന്ന് കരുതിയിട്ടുണ്ട്. എന്നാ വായിക്കാം. കുറെ ആൾക്കാർക്ക് വേദനിക്കണമെന്നുണ്ടെന്ന് എനിക്കറിയാം ഹൃദയം. വായിച്ചോ? വായിക്കട്ടെ? വായിച്ചോ. ആദ്യ മാത്രയിൽ ഒന്നും തോന്നിയില്ല. ഇന്റർവ്യൂ വാക്കുകളിൽ വെറുത്തു തുടങ്ങി. പക്ഷേ അടുത്തറിഞ്ഞപ്പോൾ ഒരിഷ്ടം തോന്നി. എന്നും എനിക്കൊരു സഹോദരനായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. അമ്പടി, ഞാൻ പിന്നെ എന്തിനാ ഇത് എഴുതിയത്? ഇത്രയും ഞാൻ ഇത്ര എഴുതിയിട്ട് ഞാൻ പൊട്ടനാ? അങ്ങനെയൊന്നുമില്ല. ഇനി എൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരട്ടെ? ഇത് കൂടാതെ ഉണ്ട്. മാളവിക ഇന്ന് വന്നെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയം മൊത്തത്തിൽ ഞാൻ അങ്ങ് തരുവാ. ഓക്കെ, മാളുവിന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട്. തരട്ടെ? നിനക്ക് എന്നാടാ? തരട്ടെ? ഞാൻ തരട്ടെ? നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുൻപിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് മാളുവേ. മാളു പിടിക്കടാ. ഓ, മറ്റേ ഓഫ് ഫീലിംഗ്. ഐ ലവ് യു. ഇങ്ങനൊന്നും പൊട്ടിക്കല്ലേ. മാളു ബലൂൺ മാത്രമേ മാളു പൊട്ടിച്ചിട്ടുള്ളൂ. മാളുവിൻ്റെ ഹൃദയം എനിക്കറിയാം. അപ്പം നമുക്ക് ആ മൈൻഡ് നോക്കി ആവാൻ വേണ്ടി ഒരു ഗെയിമിലോട്ട് പോവാം. ഗെയിം എന്ന് പറയുന്നത് ഞാനൊരു പാട്ടിന് 2 വരി പാടും. ഓക്കെ, അത് ഏത് സിനിമയ്ക്കകത്തെയാണ് മാളു പറയണം. ഓപ്ഷനും തരാം. റെഡി? പാട്ടുകാരനായിരുന്നു അല്ലേ? പിന്നെ പണ്ട് മുതൽ എൻ്റെ വലിയപ്പ മുതലേ ഇങ്ങനായിരുന്നു. പോവാം. യെസ്. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു.
ഓപ്ഷൻ എ പഴശ്ശിരാജ, ഓപ്ഷൻ ബി വൈശാലി, ഓപ്ഷൻ സി സ്വപ്നക്കൂട്. ഒരു പൂ മാത്രം ചോദിച്ചു. അത് രണ്ടുപേരും ഒന്ന് പാടിക്കേ. സ്വപ്നക്കൂട്. സ്വപ്നക്കൂട് റൈറ്റ് ആൻസർ. ഒരു പൂ മാത്രം. ഇനി ഞങ്ങൾക്ക് വേണ്ടി മാളു രണ്ടുപേരും പാടുക പാട്ട്. റെഡി? ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, ഈ നാനായും താത്തായും കൂടി ഇല്ലായിരുന്നു എന്തോ ചെയ്തേനു അല്ലേ? മനുഷ്യരുടെ ഒരു കാര്യമല്ലേ? ഓക്കെ, അടുത്ത കണ്ണിൽ കണ്ണിൽ മിന്നും കണ്ണാടിയിൽ. ഓപ്ഷൻ എ തുർപ്പുകുലാൻ, ഓപ്ഷൻ ബി ഗൗരി ശങ്കരം, ഓപ്ഷൻ സി ഞാൻ ഗന്ധർവൻ. ഓപ്ഷൻ ബി തെറ്റിയോ? ഗൗരി ശങ്കരം. കറക്റ്റ്. മാളു കൊള്ളാം കൊള്ളാം. മാളു 2 വിജയിച്ചു. അടുത്ത ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തിൽ. ഓപ്ഷൻ എ സി ഡി മൂസ, ഓപ്ഷൻ ബി കൃഷ്ണനും രാധയും, ഓപ്ഷൻ സി ഡോക്ടർ ലവ്. ലിറിക് എന്താ? ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തിൽ. ഡോക്ടർ ലവ്. ഡോക്ടർ ലവ് റൈറ്റ് ആൻസർ. കൊള്ളാം. ഓ വാവ്, എവിടുന്നാണ് ഇതൊക്കെ വരുന്നത്? എനിക്കറിയില്ല ഇതൊക്കെ എവിടെ വന്നേ. അടുത്ത 4ാമത്തെ പോട്ടെ. ശരി. എന്തേ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലിയില്ല. ഓപ്ഷൻ എ ഗ്രാമഫോൺ. ഗ്രാമഫോൺ. 2 കൂടെ പറഞ്ഞോട്ടെ. തെറ്റിയോ? ഓപ്ഷൻ ബി കമ്മീഷണർ, ഓപ്ഷൻ സി നരസിംഹം. ഓപ്ഷൻ എ. അല്ലല്ലോ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചേ. മണിവളകിലിങ്ങനെ കയ്യാളെ. ഓപ്ഷൻ എ. ഉറപ്പിക്കാവോ? ഗ്രാമഫോൺ. യെസ് ഐ നോ. റൈറ്റ് ആൻസർ. അടുത്ത എഴുതിയോ നല്ല മിടുക്കനാ കേട്ടോ. എത്രാമത്തെ ചോദ്യം? ലാസ്റ്റ് ചോദ്യം ഇനി ചോദിക്കുന്നത്. രാത്രി ശുഭരാത്രി ഇനി എന്നും ശിവരാത്രി. ഓപ്ഷൻ എ ഭരതം, ഓപ്ഷൻ ബി കൃഷ്ണൻ രാധയും, ഓപ്ഷൻ സി പുലിമുരുകൻ. ആ മോഹൻലാൽ വരുന്ന സീനൊന്ന് ഓർത്തെ. രാത്രി ശുഭരാത്രി ഇനി എന്നും, മറ്റേ ആ വില്ല് വിടുന്നൊന്ന് ഓർത്തെ പുലിയെ. ഇനി എന്നും ശിവരാത്രി. പുലി തിരിഞ്ഞു നോക്കിയിട്ട് ഓ പ്രിയേ ഒന്ന് ആലോചിച്ചേ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഏതാ? കൃഷ്ണന്റെ അതെ. ഓ ആളു നമ്മൾ ചിന്തിക്കുന്നതല്ല, നല്ല ബുദ്ധിയുള്ളൊരു മിടുക്കിയാണ് കേട്ടോ. അപ്പം എമൗണ്ട് ഇനിയും പോകുന്നത് ഒരു ടങ് ട്വിസ്റ്ററിലേക്കാണ്. ഫസ്റ്റ് ടങ് ട്വിസ്റ്റർ, പേരുമണി പണി മണ്ണു പണി. അത് 5 വട്ടം പറയണം. പേരുമണി പണി മണ്ണു പണി. പണി മണ്ണു പണി. മണ്ണു പണി. റെഡി സ്റ്റാർട്ട്. പേരുമണി പണി മണ്ണു പണി. പറ. പേരുമണി പണി മണ്ണു പണി. പേരുമണി പണി മണ്ണു പണി. പേരുമണി പണി മണ്ണു പണി. ഓക്കെ പറഞ്ഞു. ഇനിയുണ്ടോ? ഇത് 3 അല്ലേ ആയുള്ളൂ, എണ്ണാനും അറിയത്തില്ലേ? ഞാൻ എണ്ണിയില്ല. പേരുമണി പണി മണ്ണു പണി. പേരുമണി പണി മണ്ണു പണി. അടുത്ത തരട്ടെ. ഇനിയുണ്ട് എന്റെ ഭഗവാനെ. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. സബാഷ്. റെഡി? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. അതെ, വരൾച്ച വളരെ വിരളമാണ്. ഓ ഗുഡ്. കഴിഞ്ഞോ? കഴിഞ്ഞു. എന്റെ ഭഗവാൻ. അടുത്ത മതി, 2 കൂടെ ഉള്ളൂ. അടുത്ത അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികൾ ഒരു കുണ്ടിൽ ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികൾ ഒരു എന്നെ തെറ്റിക്കല്ലേ? പറ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികൾ ഒരു അത് പറ. കിണ്ടികൾ ഉരുണ്ട് എതിലാ വീഴുന്നേ? എനിക്കറിയില്ല. എന്താ പറ? അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു ഉള്ളി വീണു. പറ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. മതി. അയ്യോ. അടുത്തതാണേ. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. കേറാണ്ടിരുന്ന പോലെ അതവനല്ലേ അറിയത്തുള്ളൂ. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. കുന്ന് വണ്ടി കയറി. വണ്ടി കുന്ന് കയറി
നിനക്ക് എന്നാടാ പറ. വണ്ടി കുന്ന് കയറി വണ്ടി കയറി. വണ്ടി കുന്ന് കയറി വണ്ടി കയറി. ആ. വണ്ടി കുന്ന് കയറി വണ്ടി കുന്ന് കയറി. എനിക്ക് വേണ്ടത് വണ്ടി കുന്ന് കയറി. വണ്ടി കുന്ന് കയറി. ആ കുന്ന് വണ്ടി കയറി. കുന്ന് വണ്ടി കയറി. വെരി സിമ്പിൾ. യാ കം ഓൺ. മതി. ഒറ്റ വട്ടം കൂടെ പറ. വണ്ടി കുന്ന് കയറി വണ്ടി കയറി. വണ്ടി കയറി. യെസ് യെസ് നല്ലൊരു ഗൈഡ് കൊടുക്കണം കേട്ടോ. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ ഇവിടെ ടങ് ട്വിസ്റ്റ് എനിക്ക് സമ്മതിക്കണം കേട്ടോ മാളു. ഈ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ശരിക്കും ലോണും കാര്യങ്ങളും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാളു? ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ എല്ലാവരും പല ആൾക്കാരെയും പോലെ തന്നെ എനിക്ക് ഞാൻ മാളു പറഞ്ഞൊരു ഇന്റർവ്യൂവിൽ അഭിമുഖത്തിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, കല്ലും മുള്ളും നിറഞ്ഞ വഴിയായിരുന്നു എൻ്റെ തുടക്ക സമയം എന്ന് പറയുന്നത്. ശരിക്കും ഇന്ന് ഒരു താറുണ്ട്, കാറ്, ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യുന്നു, ഒരുപാട് മനുഷ്യരെ കാണുന്നു, സംസാരിക്കുന്നു. ഒരു സമയം അല്ലെ ഒരു കാലഘട്ടം മാളുവിനുണ്ടായിരുന്നോ കടത്തിന്മേൽ കടവായിട്ടൊക്കെ നിൽക്കുന്നൊരു സമയം ഉണ്ടായിരുന്നോ? ഇത് എനിക്കറിയില്ല. അതായത് ഇത് സത്യത്തിൽ ഇതിപ്പോൾ പറഞ്ഞതിന് എനിക്ക് എന്താണെന്നും അറിയില്ല. ബട്ട് വീട്ടിൽ അധികം ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമില്ല ഞാൻ എവിടെയും തോന്നുന്നു. ബട്ട് വീട്ടിലെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു സമയത്തല്ല. അതെന്താണ് കണ്ടിട്ടുമില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഞാൻ കാരണമല്ല. ഫാമിലി നമ്മളെ അറിയിച്ചിട്ടുമില്ല. അതെ, അറിയിച്ചിട്ടുമില്ല. പക്ഷേ ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നുമല്ലോ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒന്നുമില്ലാത്ത അമ്മ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ത്രെഡ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എനിക്ക് വീട്ടില്. പക്ഷെ അതൊന്നും അറിയിക്കാൻ നിൽക്കാറില്ല ഫാമിലി എന്നെ. അപ്പൊ അതിൽ നിന്ന് മാറി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ അതുകൊണ്ട് എനിക്ക് ഓരോ വർക്കിന്റെ വാല്യൂ അറിയാം. ഓരോ വ്യക്തിയുടെ ജോബ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു 5 പൈസയുടെ വാല്യൂ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ കടന്നു പറഞ്ഞ പെട്ടെന്ന് ആൾക്കാർക്ക് കാണുമ്പോൾ അവര് സിനിമ എന്ന് പറയുമ്പോൾ എന്ത് സുഖ, അവർക്ക് ഫാനിന് ഫുഡ്, ഫ്രൂട്ട്സ് എന്നുള്ള രീതിയിലാണ്. അതിപ്പോ ഞാനായാലും പണ്ട് സിനിമ കാണുന്ന സമയത്ത് ഭയങ്കര കളർഫുൾ ആണ് എന്നാണ് വിചാരിച്ചത്. അല്ലാന്നല്ല, പക്ഷെ അതിന്റെ ബിഹൈൻഡുള്ള സ്ട്രഗിൾസ് ആരും കാണുന്നില്ല എന്ന് മാത്രം. അതിപ്പോ ഞാൻ ഈ ഇൻഡസ്ട്രിയിലായതുകൊണ്ട് പറയുന്നു, അതേപോലെ തന്നെ മറ്റുള്ള ഇൻഡസ്ട്രീസിലും ഉണ്ടാവും ഡെഫിനറ്റ്ലി, ഇല്ല എന്നല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ കല്ലും മുള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇൻസൾട്ടിങ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സാധാരണ ഒരു മനുഷ്യരല്ലേ, ഹേർട്ട് ആവുമല്ലോ. പക്ഷെ ഇത്രയൊക്കെ ലൈഫ് കഥയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതിന് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് തരാനുള്ളൊരു മറുപടി എന്തോന്നറിയാവോ? കൈയ്യടി കേട്ടോ. കാരണം ഞങ്ങൾ നോക്കുമ്പോൾ എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചു നിൽക്കുന്നു. ഇങ്ങനൊരു അനുഭവം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നമുക്ക് ഒന്നും പെർമനന്റ് അല്ല. നത്തിങ് ഈസ് പെർമനന്റ്. ഇപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് സങ്കടം ഉണ്ടാവും, അതും പെർമനന്റ് അല്ല, അത് സ്ഥിരമായിട്ടുണ്ടാവില്ലല്ലോ, അത് മാറും. ഇനി എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ അമ്മയെ ഇപ്പം വിളിക്കുക. അമ്മയെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ സ്നേഹം ഞാൻ പറയുക, എനിക്ക് മാളുവിനെ ഇഷ്ടമാണ്. എന്നിട്ട് മാളു അങ്ങ് സംസാരിച്ചത്, വേറെ സംസാരമൊന്നുമില്ല. ഓക്കെ, അത് ഞാൻ സെറ്റ് ചെയ്യാം. ഞാൻ വല്ല പറയാം. അമ്പടി ഗൈസ്, ഇത് കൈവിട്ട് പോവാണ് കേട്ടോ. അമ്മ എടുക്കുന്നില്ല. ഹലോ 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 അമ്മേ. അമ്മേ, മാളു എൻ്റെ അടുത്തുണ്ട്. അമ്മയുടെ വലിയ ആഗ്രഹമല്ലായിരുന്നോ എനിക്ക് കല്യാണം നടക്കുന്നില്ല? അപ്പൊ മാളു എൻ്റെ അടുത്തുണ്ട്. അമ്മേ, മാളവിക മേനോൻ, മറ്റേ ഇനാഗ്രേഷനും ഫിലിമൊക്കെ ചെയ്യുന്ന മാളവിക മേനോൻ ഇല്ലേ, നടി. അപ്പം ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാളുവിൻ്റെ ഫോൺ കൊടുക്കാം. മാളു. ഹലോ ആന്റി. ഈ അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നെ ഇഷ്ടമെന്നൊക്കെ. ഹലോ ഓക്കെ, താങ്ക് യു ആന്റി. ഹലോ അമ്മ, ഇതെനിക്ക് ദൈവം വിധിച്ചതാന്ന്. നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ കൊണ്ട് കളയല്ലേ? ദൈവം വിധിച്ചൊക്കെ അതാത് ടൈമിൽ ദൈവം കൊണ്ട് തരും. എന്നാ അമ്മ ദൈവത്തിനോട് ഒരെണ്ണം കൊണ്ട് തരാൻ പറ. ഫോൺ വെക്ക്. ബൈ.
അമ്മയ്ക്ക് നല്ല അഭിപ്രായമാണല്ലേ? എൻ്റെ ജീവിതത്തിൽ കേട്ടോ, എൻ്റെ ജീവിതത്തിൽ ഇത് അവിടെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും കേട്ടോ തമാശയ്ക്ക് പോലും ചെയ്യില്ലേ. എല്ലാം പക്ഷെ കറക്റ്റാ പറഞ്ഞത്. മാളു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ആർക്ക്? എനിക്ക് മാളു. ആണോ? അമ്മ ഫണ്ണ് പറഞ്ഞത് ഭയങ്കര ഫണ്ണിയാ. പക്ഷെ ഇത്ര സീരിയസ് ആയിട്ട് പറഞ്ഞ ഭയങ്കര ഫണ്ണിയാ. പണ്ട് മുതലേ ഇങ്ങനെ ഫുള്ള് ഫണ്ണാ. ആണല്ലേ? ഒരു സത്യസന്ധമായ കാര്യമായിട്ട് തോന്നി. മാളുവിന്റെ വിവാഹം ഉടനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? എന്താ? അല്ല ഞാൻ ചോദിക്കുക, ഇപ്പൊ തന്നെ എന്നെ ഇഷ്ടമാന്നും പറഞ്ഞപ്പോ എന്റെ വിവാഹം കാണണമെന്ന്. എന്റെ ബലൂൺ പൊട്ടിച്ചു, അമ്മയെ വിളിച്ചപ്പോൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഇതിനപ്പുറം എങ്ങനെ ഒരാളെ ഇതാക്കുന്നത്? ഇഷ്ടമല്ലല്ലോ, തീരുമാനിച്ചല്ലോ. അല്ല, എനിക്ക് അജിനായിട്ട് ഞാൻ എന്റെ ലെറ്ററിൽ എഴുതിയിരുന്നില്ലേ, അങ്ങനെ ഒരു ഇഷ്ടം, ഒരു സഹോദരൻ. അതെ. ശരി. പ്രണയമില്ല ഇപ്പം? പ്രണയിക്കാൻ ആഗ്രഹമുണ്ടോ? ഡെഫിനറ്റ്ലി. അപ്പൊ ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുമോ? എസ് എ പോലെ അങ്ങനെ വന്നതിൽ ഏറ്റവും ചിരിപ്പിച്ചൊരു മെസ്സേജ് ആയിരിക്കും ഓർമ്മയിലുള്ളേ? അത് കുറച്ചുണ്ട്. അത് എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ നോക്കും നിന്നെ, ഇങ്ങനെ നോക്കും, അത് വാങ്ങിച്ചു തരും ഇത് വാങ്ങിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലതൊക്കെ വായിച്ചാൽ നല്ല ഫണ്ണി ചിരിച്ചൊരു വഴിയും ബോറടിച്ചിരിക്കുമ്പോൾ വായിക്കാൻ പറ്റിയ. പക്ഷേ അത് വായിക്കുമ്പോൾ നമുക്ക് ഫണ്ണി ആയിട്ട് തോന്നുവെച്ചാലും ബട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് ആൾക്കാരങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ഇനി ഞങ്ങൾ പോകുന്നത് ബലൂൺ പൊട്ടിക്കൽ എന്ന് പറഞ്ഞ ഗെയിമിലോട്ടാണ്. ഈ ഗെയിം എന്ന് പറയുന്നത് എൻ്റെ ഒരു കാലയിൽ ബലൂണും മാളുവിൻ്റെ ഒരു കാലയിലും ബലൂൺ കെട്ടും. കൈ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കൈ ഞങ്ങൾ രണ്ടും പുറകെ കെട്ടും. ആരാദ്യം ആരുടെ ബലൂൺ പൊട്ടിക്കുന്നു, സ്വന്തം ബലൂൺ സേഫ് ആക്കുന്നു, ഇതാണ് ഗെയിം. കളിക്കാം. നേരത്തെ പൊട്ടിയ ബലൂണിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. കണ്ടിന്യൂഷൻ, കറക്റ്റ്. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ആരുടെ ബലൂണാണ് ആദ്യം പൊട്ടുന്നത് നമുക്ക് നോക്കാം. സ്റ്റാർട്ട്. ഇതിങ്ങനെ അങ്ങോട്ടില്ല കേട്ടോ. അയ്യോ, സർക്കിളല്ലേ. പിടിച്ചു, പൊട്ടിക്ക്. എന്നാ പിടിച്ചോ. അതിന്റെ അപ്പുറം പോയി ഔട്ടാണ്. അത് ശരി. ഇത് അപ്പൊ പിന്നെ ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ അല്ലേ? അമ്പടി. ഇനി വേണേ പൊട്ടിച്ചോ. ഹാപ്പി വാലന്റൈൻസ് ഡേ. മാളു, നമ്മൾ കുറെ നേരം സംസാരിച്ചു. മധുരമില്ലാതെ എന്ത് ആഘോഷമല്ലേ? പ്രത്യേകിച്ച് പ്രണയദിനത്തിലൊക്കെ മധുരമില്ലെങ്കിൽ പറയാൻ വാക്കുകളേ ഇല്ല. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് മാളുവിന് ഏറ്റവും ഇഷ്ടം കേക്ക് ഇഷ്ടമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇഷ്ടമാണ്. അപ്പൊ മാളു ഒരുപക്ഷെ ചിന്തിച്ചു പോലും കാണത്തില്ല. ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, തരട്ടെ? ആണോ? ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഗിഫ്റ്റ്. ആദ്യം ഞാൻ തരാം. ഓക്കെ. ഓ, ക്യൂട്ട് കേക്ക്. എന്റെ മനസ്സ് പോലെ തന്നെ. താങ്ക് യു. അപ്പം ഞങ്ങളുടെ സെല്ലിലോഡ് ചാനലും പ്രേക്ഷകർക്കും വേണ്ടി ഞങ്ങൾ മാളുവിനെ നമ്മളിത് പൊളിക്കും അല്ലേ? എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ വക ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പം നേരത്തെ ഞാൻ കുറേ നമ്മളെ ഇടയിലൊക്കെ സംസാരിച്ചു. ബട്ട് റിയലായിട്ട് പറയുകയാണെങ്കിൽ ഏതൊരാളും ആഗ്രഹിക്കുമല്ലോ മറ്റൊരാൾ നമ്മളുടെ കൂടെ ഉണ്ടാവണം എപ്പോഴും എന്നുള്ളത്. തീർച്ചയായിട്ടും. നിങ്ങൾ റിയലായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും കൂടെ ഉണ്ടാവണം, എല്ലാത്തിനും കൂടെ ഉണ്ടാവണം, എന്നെ സ്നേഹിക്കണം കൂടുതൽ. ആ ഒരു പൊസസീവ്നെസ് ഒക്കെ അത്യാവശ്യം വേണം, എന്നാലല്ലേ അവിടെ ഒരു സ്നേഹമുള്ളൂ. ഇപ്പൊ എന്നെ പോലെ ഞാൻ സ്നേഹിക്കുന്ന പോലെ അല്ലേ? അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു വാലന്റൈൻ ഡേ വിഷ് ചെയ്യുന്നു. വാലന്റൈൻ ഡേ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ദിവസം ആ ഡേറ്റ് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് സ്നേഹിക്കുന്നവർക്ക് എല്ലാ ദിവസവും വാലന്റൈൻസ് തന്നെയാണ്. അടിപൊളി. ഇനി എൻ്റെ ബ്രദറിന് താങ്ക് യു. എൻ്റെ പൊന്നെ. മാളു, പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാ?
ആക്ച്വലി കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചത് ഓൾറെഡി റിലീസ് ആവാനുണ്ട്, അപ്പോൾ അതിന് വെയിറ്റിംഗാണ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തതെന്ന് പറഞ്ഞാൽ കലം കാവൽ എന്ന് പറഞ്ഞൊരു മൂവി, നമ്മളുടെ കുറുപ്പിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്റ്റ് ചെയ്ത മമ്മൂക്ക മെയിൻ ലീഡിൽ ചെയ്യുന്ന ഒരു ഫിലിമാണ്. നല്ലൊരു അടിപൊളി സാധനമാണ് അത്. അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞാനും ഉറപ്പായിട്ടും. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, ആക്ച്വലി നിങ്ങളെല്ലാവരും എടുത്ത് പറയണം, ആക്ച്വലി ഇതിൻ്റെ ആർട്ട് വർക്കും ക്യാമറയിലും എല്ലാവരും കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടല്ല ഇങ്ങനെ ഒരു സെറ്റിംഗ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇതിന് ഞങ്ങൾക്കെല്ലാം ഒറ്റ പേരേ ഉള്ളൂ, മിലേനി ഓഡിയോസ് അല്ലേ? അടിക്കണായി ടീം വർക്ക്. അപ്പോൾ അത് കട്ടിക്ക് നിൽക്കും എല്ലാ കാര്യത്തിനും. അപ്പോൾ ഇനി താങ്ക് യു സോ മച്ച് എനിക്ക് ഇങ്ങനെ ഒരു ഡെക്കറേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കേട്ടോ. കാരണം മാളവികയെ വിളിച്ച ഉടനെ തന്നെ ഒരു എക്സ്ക്യൂസും പറയാതെ ഞങ്ങൾക്ക് വേണ്ടി വന്നതിന് പ്രത്യേകം താങ്ക് യു. ഇനിയും ഞങ്ങൾ പ്രേക്ഷകർക്കും എനിക്കും പേഴ്സണലി അറിയേണ്ട ഒരു കാര്യം, ലൈഫിൻ്റെ സ്ട്രഗിൾസ് എന്താണെന്നും ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാം അറിഞ്ഞു വന്നൊരു വ്യക്തി. ഓക്കെ, ഇതുവരെയുള്ള ലൈഫിൽ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ, ആർക്കും ഒരു മനഃപൂർവ്വം ഒരു ഹേർട്ട് ചെയ്യോ അങ്ങനെയൊന്നും ഇല്ലാതെ മാക്സിമം സന്തോഷിപ്പിക്കുക എല്ലാവരെയും. ഇപ്പോൾ ചിലപ്പോൾ ഒരു ചിരി നമ്മൾ ചിരിക്കുന്നതായിരിക്കും അവരുടെ ഒരു ഡേ ബ്രൈറ്റൻ അപ്പ് ചെയ്യുക. നമുക്കറിയില്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെന്നുള്ളത്. പിന്നെ നമ്മൾക്ക് നമ്മൾ തന്നെ ഉള്ളൂ എപ്പോഴും, അത് ഉറപ്പാ. അതെ, എല്ലാത്തിനും. ഇപ്പോൾ കൂടെ ഇപ്പോൾ ഒരു ജേർണിയിൽ നമ്മളുടെ കൂടെ ഇപ്പോൾ അച്ഛനമ്മ ഉണ്ടാവും, അനിയനുണ്ടാവാം, അനീത്തി ഉണ്ടാവാം, ഫ്രണ്ട്സ് ഉണ്ടാവാം. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെയാണ് സ്നേഹിക്കുന്നത്. നമ്മൾ കാണിക്കുന്നത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കുന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് കിട്ടാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമാവുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മളുടെ ആ ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞ സാധനം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ തന്നെയാണ് നമുക്കുള്ളൂ എപ്പോഴും. നമ്മളെ ഹഗ് ചെയ്യുക ആദ്യം, നമുക്ക് നമ്മളെ ഉള്ളൂ. അതെ. ഓക്കെ, ഇനി ഇപ്പം വാലന്റൈൻസ് ഡേ ആണ്, ഞങ്ങൾക്ക് ഒരു അടിച്ചുപൊളി ഡാൻസ് വേണം. ഡാൻസോ? ഇത് പ്രത്യേകം പറഞ്ഞത് പ്രേക്ഷകരാണ്. അപ്പം ഡാൻസിലോട്ട് നമ്മൾ ഉടനെ പോകും. മാളു വിളിച്ച ഉടനെ വന്നു. മനോഹരമായ വാക്കുകൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനിയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒത്തിരി സന്തോഷം. അപ്പം ഞങ്ങളുടെ ടീമിൻ്റെ വകയും മിലേനി ഓഡിയോസിൻ്റെയും സെല്ലിലൂടെ ഞങ്ങളുടെ ഫുൾ ടീമിൻ്റെ വകയും എല്ലാവിധ ആശംസകളും മാളുവിന് നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് ടീം അജൻ ആൻഡ് നിങ്ങളെല്ലാവർക്കും ആൻഡ് മിലനിയൽ ടീം. താങ്ക് യു സോ മച്ച്. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണ്, മണിവാനത്താരം പെണ്ണിൻമയിൽ മിന്നാണ്. താരം നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ. നെഞ്ചോരം